ഹായ് നമസ്കാരം. ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാട്ടർമെലോൺ ജ്യൂസാണ്. അതിനായി നല്ല മധുരമുള്ള വാട്ടർമെലോൺ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുള്ളത്. മധുരത്തിനായി ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മെൽറ്റാക്കിയതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ഗ്രാമ്പു ചേർത്ത് തണുത്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. അല്പം വെള്ളം, പിന്നെ കസ്കസ്, സബ്ജ സീഡ്സ്, ബാസിൽ സീഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാനായി വാട്ടർമെലോൺ ഞാൻ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടെടുക്കുന്നു. സീഡോട് കൂടിയ വാട്ടർമെലോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. സീഡൊന്നും അരഞ്ഞു ചേരാതെ ഇടയ്ക്കൊന്ന് നിർത്തി അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഏത് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഫ്രൂട്ട്സ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാകും. ഇനി കുറച്ച് വെള്ളം ഒരല്പം മതിയാകും. ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വാട്ടർമെലോൺ നന്നായിട്ട് വെള്ളമുള്ള ഫ്രൂട്ടാണല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റിയാൽ അതാണ് നല്ലത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു നുള്ളുപ്പ് മതിയാകും, അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ഞാനൊന്ന് അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനെ ആദ്യം തന്നെ 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തു. 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിക്കാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഷുഗർ സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർമെലോൺ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു പുതിനയില വെച്ചു. ചെറിയ ഒരു എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു ഒന്ന് നെടുകെ കീറിയിട്ട് ഇതിലേക്ക് വച്ചു കൊടുത്തു. ചെറിയൊരു സ്പൈസി ജ്യൂസ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വാട്ടർമെലോൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സമ്മറിലൊക്കെ ഇടയ്ക്കൊക്കെ കുടിക്കാൻ നല്ലൊരു ജ്യൂസാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.